ജീവൻ്റെ വചനമായ മിശിഹായെ ലോകത്തിന് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് സഭയെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. ദൈവത്തിൻ്റെ വചനമായ ഈശോ നമ്മോട് കൂടെയുണ്ട്. നമ്മോടൊപ്പം ആയിരിക്കുന്ന ആ ഈശോയെ നമ്മൾ തിരിച്ചറിയുകയും ആ ഈശോയോട് സംസാരിക്കുവാൻ, ഹൃദയം തുറന്ന് ബന്ധപ്പെടുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമ്പോഴാണ് വചനം നമുക്ക് രക്ഷയുടെ ഒരു അനുഭവമായിട്ട് മാറുക. ആ രീതിയിൽ ദൈവവചനമായ ഈശോയെ പരിചയപ്പെടുവാനും ആ ഈശോയെ കൂടുതൽ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഈ വർഷം നടത്തുവാൻ ശ്രമിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പഞ്ചവത്സര അജവാലന പദ്ധതിയുടെ ഈ 2ാം വർഷത്തിൽ വചനം ജീവിത വെളിച്ചം എന്നുള്ള ആ പ്രത്യേകമായ പ്രമേയം സ്വീകരിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം യാഥാർത്ഥ്യമാക്കുവാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി സന്ദേശ നിലയത്തിൻ്റെ ആഭിമുഖ്യത്തിലും വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനം കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത രീതിയിൽ അവരെ അത് പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമാണ്. ഈശോ പറഞ്ഞതുപോലെ കുട്ടികളെ നിങ്ങൾ തടയണ്ട, അവരെ എൻ്റെ അടുക്കൽ വരട്ടെ എന്നുള്ള ഈശോയുടെ സ്നേഹപൂർവമായ സ്വാഗതം, കുട്ടികളോടുള്ള ഈശോയുടെ ആ വലിയ സ്നേഹം അത് കുട്ടികൾ മനസ്സിലാക്കണം. ഈശോ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താകുവാൻ, സ്നേഹിതനാകുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. ആ ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ കുഞ്ഞുങ്ങളും പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. അങ്ങനെ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് എന്നും വളരുവാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കളെ അതീവ സ്നേഹത്തോടെ ഉറ്റുനോക്കുകയും അവരുമായി സംഭാഷിക്കുകയും ചെയ്യുന്നു. സ്നേഹനിധിയായ ദൈവം പരിമിതികളുള്ള മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്താൻ തിരുമനസ്സായി. ദൈവം തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയ ഈ പ്രക്രിയയാണ് ദൈവിക വെളിപാട്. പൂർവകാലങ്ങളിൽ സൃഷ്ടിയിലൂടെയും പിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും കാലത്തിന്റെ പൂർണ്ണതയിൽ മിശിഹായിലൂടെയും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. മിശിഹ തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സാന്നിധ്യത്തിലൂടെയും ദൈവിക വെളിപാട് പൂർണ്ണമാക്കി. തന്നിലൂടെ പൂർത്തിയായ ദൈവിക വെളിപാടിന് സാക്ഷികളാകാനും അത് ലോകത്തിന്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കുവാനുമായി 12 ശ്ലീഹന്മാരെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ശ്ലീഹന്മാരാകുന്ന അടിത്തറയിൽ പണിയപ്പെട്ട സഭ മിശിഹ കൈമാറിയ ദൈവിക വെളിപാടിന്റെ സംരക്ഷകയും പ്രഘോഷകയും വ്യാഖ്യാതാവുമാണ്. വിശുദ്ധ ലിഖിതത്തിലൂടെയും വിശുദ്ധ പാരമ്പര്യത്തിലൂടെയുമാണ് ദൈവിക വെളിപാട് അതിൻ്റെ പൂർണ്ണതയിൽ സഭ നമുക്ക് നൽകുന്നത്. ദൈവം സഭയെ ഭരമേൽപ്പിച്ച ദൈവിക വെളിപാടുകളിൽ ലിഖിത രൂപത്തിലായവയാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. ലിഖിത രൂപത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്താത്ത വെളിപാടുകളെ
സഭയുടെ വിശുദ്ധ പാരമ്പര്യം എന്നാണ് വിളിക്കുക. സൃഷ്ടിയുടെ പുസ്തകം മുതൽ വെളിപാടിന്റെ ഗ്രന്ഥം വരെയുള്ള 73 ദൈവനിവേശിത ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് ബൈബിൾ. ഈ നിവേശിത ഗ്രന്ഥങ്ങളുടെ അംഗീകൃത ലിസ്റ്റ് 1546 ട്രെന്റ് കൗൺസിലാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇപ്രകാരം ദൈവനിവേശിതമെന്ന് സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ബൈബിൾ ഗ്രന്ഥങ്ങളെയാണ് കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്നത്. പഴയ നിയമം, പുതിയ നിയമം എന്ന് പൊതുവെ രണ്ടായി ബൈബിൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിൽ മിശിഹായുടെ വരവിനു മുൻപ് രൂപം പ്രാപിച്ച വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് പഴയ നിയമം. ലോക സൃഷ്ടി മുതൽ ഈശോയുടെ കാലഘട്ടം വരെയുള്ള ചരിത്രത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. 46 പുസ്തകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈശോയ്ക്ക് ശേഷം ആദിമസഭയിൽ രൂപം പ്രാപിച്ച ദൈവനിവേശിത ഗ്രന്ഥങ്ങളാണ് പുതിയ നിയമം. 27 പുസ്തകങ്ങളുടെ സമാഹാരമാണ് ഇത്. AD 13-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ മെത്രാപ്പോലിത്തയായിരുന്ന കർദിനാൾ സ്റ്റെഫാൻ ലാങ്ടനാണ് ബൈബിളിലെ പുസ്തകങ്ങളെ അധ്യായങ്ങളായി തിരിച്ചത്. വാക്യങ്ങളായി തിരിച്ചത് AD 16-ാം നൂറ്റാണ്ടിൽ റോബർട്ട് സ്റ്റീഫൻ എന്ന മിഷനറിയാണ്. ബൈബിളിൽ 1334 അധ്യായങ്ങളും 35,527 വാക്യങ്ങളുമുണ്ട്. ദൈവത്തെയും മനുഷ്യരെയും സംബന്ധിച്ചുള്ള ദൈവവചനങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഗ്രന്ഥം. മനുഷ്യരെ രക്ഷിക്കാനുള്ള ദൈവിക പദ്ധതിയുടെ വിശദമായ വിവരണമാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. ക്രൈസ്തവ വിശ്വാസം എന്നത് വെറുമൊരു ഗ്രന്ഥത്തിന്റെ മതം അല്ല, ദൈവവചനത്തിന്റെ മതമാണ് ക്രിസ്തുമതം. ഈ വചനം എഴുതപ്പെട്ട മൂകമായ വചനമല്ല, പ്രത്യുത അവതാരം ചെയ്ത ജീവിക്കുന്ന വചനമാണ്. അതിനാൽ ദൈവവചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് മഹത്വത്തിന്റെ രാജാവായ ഈശോ മിശിഹായിലാണ്. ആത്യന്തികമായ അർത്ഥത്തിൽ ദൈവവചനം ഒരു വ്യക്തിയാണ്. ആദിയിൽ ദൈവത്തോടൊന്നിച്ചുണ്ടായിരുന്ന ദൈവം തന്നെയായ വചനം സമയത്തിന്റെ പൂർണ്ണതയിൽ മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതിനാൽ നമ്മുടെ വിശ്വാസം ഒരു പുസ്തകത്തിൽ മാത്രമല്ല കേന്ദ്രീകരിച്ചിരിക്കുന്നത്, പിന്നെയോ രക്ഷാചരിത്രത്തിലും മാംസം ധരിച്ച വചനമായ ഈശോ മിശിഹായിലുമാണ്. ബൈബിൾ വായിക്കുമ്പോൾ ദൈവവചനമായ ഈശോ മിശിഹായെ കണ്ടെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിന് എങ്ങനെയാണ് ബൈബിൾ എന്ന പേര് ലഭിച്ചത്? ഇന്ന് ഉപയോഗിച്ചു വരുന്ന കടലാസ്, പേന തുടങ്ങിയ എഴുത്തുപകരണങ്ങൾക്ക് പകരമായി പുരാതന എഴുത്തുകാർ ഉപയോഗിച്ചിരുന്നത് മെഴുകുപലകകളും പൊട്ടക്കലത്തിന്റെ കഷണങ്ങളും കളിമൺ പലകകളുമായിരുന്നു. ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് ഫിനീഷ്യയിൽ ധാരാളമായി വളർന്നിരുന്ന പാപ്പിറസ് ചെടിയുടെ തണ്ട് പാളികളായി കീറിയെടുത്ത് മാർദ്ദവപ്പെടുത്തി പേപ്പറുകളായും റീഡ് എന്ന ചെടിയുടെ തണ്ട് പേനയായും ഉപയോഗിച്ചു. പാപ്പിറസിന്റെ ഒരു വലിയ കയറ്റുമതി കേന്ദ്രമായിരുന്ന ഫിനീഷ്യയിലെ തുറമുഖ പട്ടണമായിരുന്നു ബിബ്ലോസ്. അതിനാൽ ഗ്രീക്കുകാർ ബിബ്ലോസിൽ നിന്ന് ലഭിക്കുന്ന പാപ്പിറസ് ചുരുളുകളെ ബിബ്ലിയോൺ എന്ന് വിളിച്ചിരുന്നു. പാപ്പിറസ് എന്ന വാക്കിൽ നിന്നാണ് പേപ്പർ എന്ന ആംഗലേയ പദത്തിന്റെ ഉത്ഭവം. ബിബ്ലിയോൺ എന്ന ഗ്രീക്കു പദത്തിന്റെ അർത്ഥം പുസ്തകം എന്നാണ്. പിന്നീട് കാലക്രമത്തിൽ യഥാർത്ഥ പുസ്തകമായ വിശുദ്ധ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുവാൻ ബൈബിൾ എന്ന പദം ആംഗലേയ ഭാഷയിൽ ഉപയോഗിച്ചു തുടങ്ങി. പിൽക്കാലത്ത് പാപ്പിറസ് ചുരുളുകൾക്ക് പകരം തുകൽ ചുരുളുകളിൽ എഴുതി സൂക്ഷിക്കുവാൻ ആരംഭിച്ചു. പാലസ്തീനായിലെ ചാവുകടലിന്റെ വടക്കു പടിഞ്ഞാറെ തീരത്തുള്ള ജനവാസ കേന്ദ്രത്തിന്റെ പേരാണ് കിർബത്ത് കുമ്രാൻ. എസ്സീനികൾ എന്ന് പറയുന്ന സന്യാസ വിഭാഗത്തിൽപ്പെട്ട 200ഓളം സന്യാസിമാരായിരുന്നു ഇവിടുത്തെ താമസക്കാർ. AD 68 റോമൻ സൈന്യം കുമ്രാൻ ആക്രമിച്ചപ്പോൾ സന്യാസികൾ കുമ്രാൻ പ്രദേശത്തുള്ള 11ഓളം ഗുഹകളിൽ മൺഭരണികളിലായി ഈ ചുരുളുകൾ സൂക്ഷിച്ചു. അഹമ്മദ് എൽഹാമദ് എന്ന ആട്ടിടയൻ തന്റെ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിക്കവേ ആകസ്മികമായാണ് ബൈബിൾ സംബന്ധിച്ച ചുരുളുകൾ അടങ്ങിയ ഗുഹ
ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. 1947 മുതൽ 1956 വരെയുള്ള ഈ കാലഘട്ടത്തിൽ നടന്ന പര്യവേഷണത്തിൽ പഴയ നിയമത്തിലെ 99% പുസ്തകങ്ങളുടെ 100 കണക്കിന് കയ്യെഴുത്തു പ്രതികൾ ഇവിടെ നിന്നും ലഭിക്കുകയുണ്ടായി. ഹീബ്രു ബൈബിളിനേക്കാൾ പഴക്കമുള്ള രേഖകളാണ് കുമ്രാൻ ചുരുളുകളിൽ ഉള്ളത്. കണ്ടെടുത്ത കുമ്രാൻ ചുരുളുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഇസ്രായേൽ മ്യൂസിയത്തിന് സമീപമുള്ള ഷ്രൈൻ ഓഫ് ദ ബുക്ക് എന്ന കൂടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 3000 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി 4 ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ചിരുന്ന 60ഓളം എഴുത്തുകാർ 1500ഓളം വർഷങ്ങൾ കൊണ്ട് എഴുതിയതാണ് വിശുദ്ധ ബൈബിൾ. പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഭൂരിഭാഗവും എഴുതപ്പെട്ടത് യഹൂദ ജനതയുടെ സംസാര ഭാഷയായ ഹീബ്രുവിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ 4 സുപ്രധാന തർജിമകളാണ് താർഗും, സെപ്തജിന്ത് അഥവാ സപ്തതി, പിഷീത്ത, വുൾഗാത്ത. ഇന്ന് ലഭിക്കുന്ന ആധുനിക പരിഭാഷകളെല്ലാം തന്നെ ഈ 4 തർജിമകളിൽ ഒന്നിനെയോ പലതിനെയോ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഹീബ്രു ബൈബിളിന്റെ ഗ്രീക്ക് തർജിമയാണ് സപ്തതി. 70 ഗ്രീക്ക് പണ്ഡിതർ 70 ദിവസങ്ങൾ കൊണ്ട് സംഘടിതമായി പൂർത്തിയാക്കിയ വിവർത്തനമായതുകൊണ്ടാണ് സപ്തതി എന്ന പേര് വന്നത്. വുൾഗാത്ത ഹീബ്രു ബൈബിളിന്റെ ലത്തീൻ പരിഭാഷയാണ് വുൾഗാത്ത. AD 4-ാം നൂറ്റാണ്ടിൽ പോപ്പ് ഡമാസൂസിന്റെ കൽപ്പന പ്രകാരം വിശുദ്ധ ജെറോം ഈശോ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹയിൽ 29 വർഷക്കാലം ധ്യാനത്തിലും പഠനത്തിലും ചിലവഴിച്ചാണ് ഈ തർജിമ പൂർത്തിയാക്കിയത്. താർഗും ബൈബിളിന്റെ അറമായ വിവർത്തനമാണ് താർഗോം എന്ന് അറിയപ്പെടുന്നത്. പിഷീത്ത ബൈബിളിന്റെ സുറിയാനി പരിഭാഷയാണ് പിഷീത്ത. പാശ്ചാത്യ പൗരസ്ത്യ സുറിയാനി സഭകളുടെയും മറോനീത്ത സഭയുടെയും ഔദ്യോഗിക ബൈബിളാണ് പിഷീത്ത. കാലക്രമത്തിൽ പൗരസ്ത്യ സുറിയാനി ഭാഷയും ആരാധനാക്രമവും പിഷീത്ത ബൈബിളും മാർത്തോമാ നസ്രാണി പൈതൃകത്തിന്റെ ഭാഗമായി. സുദീർഘമായ ഒരു കാലഘട്ടത്തിനിടയിൽ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ രൂപം കൊണ്ടതാണ് വിശുദ്ധ ഗ്രന്ഥം. ചരിത്രപരവും സാഹിത്യപരവും മാനുഷികവുമായ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സന്ദേശമെന്തെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വരെ വിശുദ്ധ ബൈബിളിന്റെ കോപ്പികൾ വിരളമായിരുന്നു. അന്നുവരെ പണ്ഡിതരും യോഗ്യരുമായ സന്യാസി വര്യന്മാർ ബൈബിൾ കൈകൊണ്ട് പകർത്തുകയായിരുന്നു ചെയ്തത്. AD 1440 ജർമ്മൻകാരനായ യോഹാനസ് ഗുട്ടൻബർഗാണ് അച്ചടി വിദ്യ ആദ്യമായി കണ്ടുപിടിച്ചത്. ആദ്യമായി അച്ചടിച്ച പുസ്തകം വിശുദ്ധ ബൈബിളാണ്. ഒരു പേജിൽ 2 കോളങ്ങളായി അച്ചടിച്ച ബൈബിളിൽ 42 വരി വീതമുണ്ടായിരുന്നു. അങ്ങനെ 1282 പേജുകളിലായാണ് സമ്പൂർണ്ണ ബൈബിൾ അച്ചടിച്ചത്. 1819 റെവറൻ ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് താൻ സ്ഥാപിച്ച സെമിനാരി പ്രസ്സിൽ തഹസീൽദാർ ആയിരുന്ന ചന്തുമേനോന്റെ സഹായത്തോടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആദ്യമായി മലയാളത്തിൽ വിവർത്തനം ചെയ്ത് വിതരണം നടത്തി. 1835 പുതിയ നിയമവും 1841 സമ്പൂർണ്ണ ബൈബിളും വിവർത്തനം നടത്തുകയുണ്ടായി. വിവർത്തനം നടത്തിയ ഹിന്ദുവായ ചന്തുമേനോനെ ദൈവവചനം രൂപാന്തരപ്പെടുത്തുകയും തുടർന്ന് ചന്തുമേനോനും കുടുംബവും ഈശോയെ നാഥനും കർത്താവുമായി ഏറ്റുപറയുകയും ചെയ്തു. ഇതൊരു അകത്തോലിക്ക വിവർത്തനമായിരുന്നു. അകത്തോലിക്ക ബൈബിൾ വിവർത്തനങ്ങളുടെ സ്വാധീനത്താൽ പല തെറ്റായ ബൈബിൾ വ്യാഖ്യാനങ്ങളും വലിയ തോതിൽ വിശ്വാസികളുടെ ഇടയിൽ പടർന്നിരുന്നു. 1981 ഡിസംബർ 31-ാം തീയതിയാണ് കേരള കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മലയാള വിവർത്തനമായ POC ബൈബിൾ പ്രസിദ്ധീകരിച്ചത്. 13-ാം നൂറ്റാണ്ടു മുതൽ ക്രൈസ്തവർ പഴയ നിയമ ഗ്രന്ഥങ്ങളെയും പുതിയ നിയമ ഗ്രന്ഥങ്ങളെയും ചരിത്രപരം, പ്രബോധനപരം, പ്രവചനപരം എന്നിങ്ങനെ 3ആയി തരം തിരിച്ചു. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും
എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. വിശുദ്ധ ബൈബിൾ ദൈവനിവേശിതമാണ്. പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയിൽ രൂപം കൊണ്ടതല്ല. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. വിശുദ്ധ ഗ്രന്ഥരചയിതാക്കളെ തങ്ങളുടെ രചനയിൽ ദൈവം സഹായിച്ച രീതിയെയാണ് ദൈവനിവേശനം കൊണ്ട് അർത്ഥമാക്കുന്നത്. സർവപരിപാലകനായ ദൈവം എന്ന ചാക്രിക ലേഖനത്തിൽ ലയോ 13 മാർപ്പാപ്പ ദൈവനിവേശനത്തെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് തന്റെ അതിസ്വാഭാവിക ശക്തിയാൽ വിശുദ്ധ ഗ്രന്ഥരചയിതാക്കളെ പ്രചോദിപ്പിക്കുകയും പരിവർത്തനപ്പെടുത്തുകയും ദൈവാത്മാവിന്റെ നിയോഗങ്ങളെ കലർപ്പില്ലാതെയും കുറവുകൂടാതെയും മനസ്സിലാക്കാനും രേഖപ്പെടുത്താനും സഹായിക്കുകയും ചെയ്തു. അതിനാൽ നിത്യസത്യങ്ങളടങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ദൈവമാണെന്ന് വ്യക്തമായും പറയാനാകും. ഗ്രന്ഥകാരൻ എഴുതിയ മൂലകൃതിക്കാണ് ദൈവനിവേശന സ്വഭാവമുള്ളത്. വിവർത്തനങ്ങളുടെ ആധികാരികതയ്ക്കുള്ള ഏക മാനദണ്ഡം മൂലകൃതിയോടുള്ള വിശ്വസ്തതയാണ്. സഭയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള വിവർത്തനങ്ങൾ മാത്രമേ ഔദ്യോഗിക വിവർത്തനങ്ങളായി സ്വീകരിക്കാവൂ. മഴയും മഞ്ഞും ആകാശത്തുനിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. 1778 ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയർ പറഞ്ഞു, ഇന്നേക്ക് 100 വർഷത്തിനുള്ളിൽ ക്രിസ്ത്യാനിത്വവും ബൈബിളും ചരിത്രത്തിന്റെ ഭാഗമാകും. വോൾട്ടയർ ചരിത്രത്തിലേക്ക് മറഞ്ഞു. പക്ഷേ 50 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വീട് ജനീവ ബൈബിൾ സൊസൈറ്റി വാങ്ങി ബൈബിൾ അച്ചടിക്കുന്ന മുദ്രാലയമാക്കി. ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. ബൈബിൾ കയ്യിലെടുക്കുവാൻ സാധിക്കുന്നത് ഭാഗ്യമാണ്. ബൈബിൾ കൊണ്ടു നടക്കുവാൻ സാധിക്കുന്നത് ഭാഗ്യമാണ്. ബൈബിൾ വായിക്കുവാൻ സാധിക്കുന്നത് ഭാഗ്യമാണ്. ബൈബിൾ ചുംബിക്കുവാൻ സാധിക്കുന്നത് ഭാഗ്യമാണ്. കാരണം സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിന്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കുവാനും വരുന്നു. ദൈവവചനം ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നമ്മെ ശക്തരാക്കുന്ന ആത്മാവിന്റെ വാളാണ്. ദൈവവചനം അഗ്നിയെപ്പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. ദൈവത്തിന്റെ വചനം ഫലരഹിതമായി ഒരിക്കലും തിരിച്ചുവരില്ല. ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവവചനം മനുഷ്യരുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു. ദൈവവചനം എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചനമാണ്. ലോക ചരിത്രത്തെയും മാനവ സമൂഹത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ഗ്രന്ഥം കൊടും പാപികളെ വിശുദ്ധരാക്കുകയും നരദ്രോഹികളെ നരസ്നേഹിതരാക്കുകയും ചെയ്തു. ബലിപീഠത്തിൽ നിന്നെടുത്ത തീക്കനൽ ഏശയ്യാ പ്രവാചകന്റെ അധരത്തെ സ്പർശിച്ചപ്പോൾ ഏശയ്യാ ദൈവവചനത്താൽ ആളിക്കത്തി. ദൈവവചനം ജെറമിയ പ്രവാചകന്റെ അധരങ്ങളെ സ്പർശിച്ചപ്പോൾ ജെറമിയ ശക്തനായ പ്രവാചകനായി തീർന്നു. എസക്കിയേൽ പ്രവാചകൻ വചനത്തിന്റെ ചുരുൾ ഭക്ഷിച്ചപ്പോൾ അത് തേൻ പോലെ മധുരിക്കുന്നതായിരുന്നു. സങ്കീർത്തകന് ദൈവത്തിന്റെ വചനം പൊന്നിനെയും തങ്കത്തെയുംകാൾ മധുരമായിരുന്നു. ശക്തിദായകവും പ്രവർത്തന നിരതവുമായ ഈ വചനമാണ് ശൂന്യതയിൽ നിന്നും പ്രപഞ്ച സൃഷ്ടി നടത്തിയത്. അതേ ദൈവവചനമാണ് പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അനർഗളമായി പ്രവഹിച്ചത്. പരിശുദ്ധ കന്യകാമറിയത്തിൽ ഈ ദൈവവചനം മാംസം ധരിച്ച്
മിശിഹായായി രൂപം കൊണ്ടു. നിർജീവമായ ഗോതമ്പപ്പങ്ങളിൽ അത് വർധന വരുത്തി. മൃതനായ ലാസറിൽ ജീവന്റെ കിരണങ്ങൾ ഉയർത്തി. രോഗികൾക്കും പീഡിതർക്കും ആശ്വാസമരുളി. ഇതേ വചനമാണ് മാനുഷിക ലിപികളിൽ, രൂപഭാവങ്ങളിൽ ബൈബിളിൽ കാണപ്പെടുന്നത്. വിശുദ്ധ അഗസ്തീനോസിലും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിലും ദൈവവചനം മനപരിവർത്തനമുളവാക്കി. വിശുദ്ധ അൽഫോൻസാമയ്ക്കും വിശുദ്ധ മദർ തെരേസയ്ക്കും ദൈവവചനം വിശുദ്ധ വഴിയിലേക്കുള്ള പ്രചോദക ശക്തിയായി. മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൺ തുടങ്ങി അനേകം രാഷ്ട്രത്തലവന്മാർക്ക് ദൈവവചനം വഴിവിളക്കായി. പുസ്തകങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ബൈബിൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. 1300ഓളം ഭാഷകളിലേക്കാണ് വിശുദ്ധ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകമാണ് ബൈബിൾ. പ്രതിദിനം 1,68,000 ബൈബിൾ അമേരിക്കയിൽ മാത്രം വിൽക്കപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ സൗജന്യമായി വിതരണം ചെയ്യപ്പെടുന്ന പുസ്തകമാണ് ബൈബിൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം കൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിച്ചിട്ടുള്ള പുസ്തകമാണ് ബൈബിൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത പുസ്തകമാണ് ബൈബിൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വ്യാഖ്യാനിക്കുകയും പഠന വിഷയമാക്കുകയും ചെയ്ത പുസ്തകമാണ് ബൈബിൾ. ബഹിരാകാശത്ത് ആദ്യമായി കൊണ്ടുപോയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ദൈവത്തെയും പ്രപഞ്ചത്തെയും സംബന്ധിക്കുന്ന ദൗത്യത്തിൽ സത്യങ്ങൾ ദൈവിക വെളിപാടിലൂടെ മനുഷ്യന് ലഭ്യമാക്കുകയും മനുഷ്യനെ ദൈവിക ജീവനിൽ പങ്കുകാരാക്കുകയുമാണ് ബൈബിളിന്റെ ലക്ഷ്യം. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം, ഘടന, പ്രവർത്തനം മുതലായവയെക്കുറിച്ച് വിശദമായ വിവരണങ്ങൾ നൽകുകയല്ല. ആകാശഗോളങ്ങൾ എങ്ങനെ പോകുന്നു എന്നല്ല, എങ്ങനെ മനുഷ്യന് സ്വർഗത്തിൽ പോകാം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്ന ചൊല്ല് ഇവിടെ പ്രസക്തമാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിലെത്തുകയും ഒരിക്കൽ ചെന്നെത്തിയ നിഗമനങ്ങൾ പുതിയ നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ തിരുത്തുകയും ചെയ്യുന്ന ശാസ്ത്രത്തിന്റെ ശൈലിയല്ല ബൈബിളിന്റേത്. പാപത്താൽ ദുർബലമാക്കപ്പെട്ട മനുഷ്യബുദ്ധി സത്യാന്വേഷണത്തിൽ വഴിതെറ്റാതിരിക്കാൻ ബൈബിളിലൂടെ നൽകപ്പെടുന്ന ദൈവിക വെളിപാട് സഹായിക്കും. അതേസമയം ദൈവിക വെളിപാട് അന്ധവിശ്വാസങ്ങളിൽ ആണ്ടുപോകാതിരിക്കാൻ ശാസ്ത്രീയ അന്വേഷണവും സഹായിക്കും. ബൈബിളും ശാസ്ത്രവും വിശ്വാസവും യുക്തിയും കൈകോർക്കുന്നിടത്താണ് യഥാർത്ഥമായ സത്യം വെളിപ്പെടുന്നത്. ദൈവജനം ബൈബിൾ പഠിക്കുകയും ധ്യാനിക്കുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സഭ സന്തോഷിക്കുന്നു. എന്നാൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിലൂടെ വഴിതെറ്റുന്ന ദൈവജനത്തെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ പൂർണ്ണവും ഫലപ്രദവുമായ അവതരണം ആരാധനക്രമത്തിലാണുള്ളത്. പൗരസ്ത്യ ആരാധനക്രമവും മറ്റു കൂദാശകളുടെ പരികർമ്മവുമെല്ലാം ദൈവവചനത്താൽ സമ്പന്നമാണ്. വചനത്തിൻ്റെ മേശയിലൂടെയാണ് അപ്പത്തിൻ്റെ മേശയിലേക്ക് നാം എത്തുക. വചനം വ്യാഖ്യാനിക്കപ്പെടുന്ന പ്രധാന വേദിയും സഭയുടെ ആരാധനയാണ്. സഭയിൽ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കപ്പെടുമ്പോൾ ഈശോ തന്നെ സംസാരിക്കുന്ന വിധം അവിടുന്ന് തന്റെ വചനത്തിൽ സന്നിഹിതനാകുന്നു. ഈശോയെക്കുറിച്ചുള്ള വിശിഷ്ട ജ്ഞാനം പകരുന്ന വിശുദ്ധ ലിഖിതങ്ങൾ കൂടെ കൂടെ വായിച്ച് എല്ലാവരും പൂർണ്ണമായി പഠിക്കണം. കാരണം വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വായനയും പഠനവും വഴി ദൈവവചനം വേഗത്തിൽ പ്രചരിക്കുകയും മഹത്വപൂരിതമാവുകയും ചെയ്യട്ടെ എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ദൈവവചനത്തിന്റെ മേശയെ ഭക്ത്യാദരവുകളോടെ സമീപിച്ച് അവിടെ നിന്ന് ഭക്ഷിച്ച് ശക്തിയാർജിക്കാം. കാരണം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നു,
പ്രിയ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ ദൈവവചനം വീണ്ടും പുതുതായി ശ്രവിച്ചുകൊണ്ട് സാർവത്രിക സഭയിലും ക്രിസ്തീയ സമൂഹങ്ങളിലും ഒരു യഥാർത്ഥ നവീകരണം സംജാതമാകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ സ്പിരിത്തൂസ് പരാക്ലിത്തൂസ് എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും ഒരു വിശുദ്ധ ഗ്രന്ഥമെങ്കിലും ഉണ്ടായിരിക്കുകയും അതിൽ നിന്നും അവർ എന്നും വായിക്കുകയും ചെയ്യണം. ഒരുവൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം അവനോടുകൂടെ ഭൗമിക പറുദീസായിൽ നടക്കുന്നുവെന്നാണ് വിശുദ്ധ അംബ്രോസ് പറയുന്നത്. ബൗദ്ധികമായ അറിവ് നേടാൻ വേണ്ടി മാത്രമല്ല നാം ബൈബിൾ വായിക്കുന്നത്. കർത്താവെ അരുളി ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു എന്ന സാമുവേലിന്റെ വാക്കുകൾ ബൈബിൾ വായനയ്ക്ക് ആവശ്യമായ മനോഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന പരിശുദ്ധ അമ്മയുടെ മനോഭാവമാണ് ബൈബിൾ വായനയ്ക്കൊരു മാതൃക. ഗുരുവിൻ്റെ പാദത്തെങ്കിലിരുന്ന് ഗുരുമൊഴി ശ്രവിച്ച മറിയവും മറ്റൊരു മാതൃകയാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 21 ലോക യുവജന ദിനത്തിൽ നൽകിയ സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നു: ബൈബിളുമായി പരിചയമുള്ളവരായി തീരാനും അത് കൈവശം വയ്ക്കുവാനും നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്തുടരാനുള്ള വഴി ചൂണ്ടിക്കാണിക്കുന്ന ദിക്കുനിർണയ യന്ത്രമായിരിക്കാൻ വേണ്ടിയാണത്. വചനാധിഷ്ഠിത ജീവിതം നയിക്കുവാനുള്ള ഉറച്ച തീരുമാനത്തോടെ ബൈബിൾ വായിക്കാം, പഠിക്കാം, ധ്യാനിക്കാം.